അപ്പൊ ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഫുഡ് കഴിച്ചോ? എല്ലാവരും കഴിച്ചോ? ആരെങ്കിലും കഴിക്കാതുണ്ടോ? ഈ ബ്രോ ഇല്ലേ, ഞാൻ ബിഗ് ബോസ് ഇറങ്ങിയ സമയത്ത് രണ്ടാമത് കയറുമ്പോ എന്റെ കൂടെ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് എന്റെ അടുത്തിരുന്ന ആളാണ് അല്ലേ? സത്യമായിട്ട് ഓക്കെ. അപ്പൊ എല്ലാവരും ഒരുപാട് നാളിന് ശേഷം കാണുന്ന ഒരുപാട് സന്തോഷം. എന്താ പറയാ, സത്യമായി ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം അടുത്ത സീസൺ വരാൻ പോകുന്നത് 2.5 വർഷം കഴിയാൻ പോവുക. അപ്പം ഇത്രയും നാൾ കഴിഞ്ഞിട്ടും എന്താ പറയാ, നിങ്ങളൊക്കെ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നറിയുന്നതിൽ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. പിന്നെ എന്താ പറയാ, കാദർ ബ്രോവിന്റെ ഈ ഒരു കല്യാണത്തിന് എന്നെ ഇൻവൈറ്റ് ചെയ്തതിലും കാദർ ബ്രോവിനും പിന്നെ എൻ്റെ വൈഫിനും എൻ്റെ എല്ലാവിധ വിഷസും. അവർക്ക് നല്ലൊരു എന്താ പറയാ ഹാപ്പി മാരീഡ് ലൈഫ് ഓക്കെ അവർക്ക് വിഷ് ചെയ്യാണ്. അതിന്റെ കൂട്ടത്തിൽ എന്താ പറയാ, ഞാൻ ആദ്യമായിട്ട് കാദർ ബ്രോവിനെ മീറ്റ് ചെയ്യുന്നത് കാണുന്നത് എന്നെ പറ്റി ഒരു വീഡിയോ ചെയ്യുമ്പോഴാണ്. അത് എൻ്റെ എൻഗേജ്മെന്റ് ആയിരുന്നു February 16. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഡീഗ്രേഡിംഗ് ഒക്കെ വരുന്ന സമയത്താണ് കാദർ ബ്രോവിന്റെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അതിനുശേഷം സത്യം പറഞ്ഞാൽ നമ്മൾ പിന്നെ ഗ്രാജുവലി സംസാരിച്ച് ഫ്രണ്ട്സായി. അതിനുശേഷം ഇപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര നല്ല രീതിയിലുള്ള ഒരു ബന്ധമാണ്. അപ്പം അതിനുശേഷം ഈ ഒരു കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്തതിലും ഞാൻ ദുബൈയിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നലെ കൊച്ചിയിൽ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഇവിടെ വരാൻ സാധിച്ചു. രണ്ടാമത്തെ പ്രാവശ്യമാണ് കാസർഗോഡ് വരുന്നത്. അപ്പോൾ ഇവരെ എനിക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് തന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം എസ്പെഷ്യലി അടിപൊളി ഫുഡായിരുന്നു. ഞാൻ കുറച്ച് ഡയറ്റൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ പറയാ, നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താ മാക്കേ ചെകുത്താൻ്റെ അടുത്ത് അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ. അപ്പം എന്തായാലും ഒരുപാട് കാസർഗോഡ് ഞാൻ പറഞ്ഞില്ലേ, ഓരോ നാട്ടിൽ പോകുമ്പോഴും ഓരോരുത്തരെ കാണുമ്പോഴും എന്താ പറയാ, സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ സ്നേഹവും അല്ലെങ്കിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോഴും സന്തോഷമുണ്ട്. കാരണം ഇപ്പോഴും എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും വരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഞാനിപ്പം അധികം കോൺട്രവേഴ്സിയോ കാര്യങ്ങളിലോ ഒന്നിലും ഇടപെടാതെ എൻ്റെ കാര്യം നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മാക്സിമം അല്ലേ. അപ്പം ഇതൊക്കെ തന്നെയാണ്. പിന്നെ എന്തുണ്ട് നിങ്ങൾക്കൊക്കെ എന്തുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആണോ? ഓക്കെ ആണോ? ജൂൺ 26 എൻ്റെ കല്യാണമാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം എന്താ പറയാ, നിങ്ങളൊക്കെ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം എന്റെ എൻഗേജ്മെന്റ് ഫംഗ്ഷനിൽ പലരും പറയുന്നുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ബാക്കേ കാണാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഒരു എന്താ പറയാ, ഒരു 10-20 വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ ഒരു എൻഗേജ്മെന്റ് വീഡിയോ ഒക്കെ കാണുമ്പോൾ സത്യം ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. കാരണം ഞാൻ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞൊരു സാധാരണക്കാരനാണ്. അപ്പോൾ എൻ്റെ ഒരു എൻഗേജ്മെന്റിലേക്ക് ഇത്രയും പേര് വരുക, അല്ലെങ്കിൽ ഇത്രയും മീഡിയ സപ്പോർട്ടൊക്കെ കിട്ടാമെന്ന് എൻ്റെ മക്കളുടെ അടുത്ത് അഭിമാനത്തോടെ പറയാൻ പറ്റില്ല. അത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ട്. കാരണം അന്നത് ചോദിക്കുമ്പോൾ ഞാനാ പറഞ്ഞത് അവർക്ക് ഒരു റെസ്ട്രിക്ഷനും വെക്കേണ്ട. കാരണം പെണ്ണിന്റെ വീട്ടുകാർ നടത്തുമ്പോൾ അവർ പറഞ്ഞിരുന്നു, കാരണം നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്തില്ല, എല്ലാവർക്കും അവിടെ ഇരിക്കുന്നവർ കാണാൻ പറ്റത്തില്ല, പലരും പല ദൂരത്തു നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനാ പറഞ്ഞത് അവരെ കയറ്റിവിടണം. കാരണം അവരാണ് എന്നെ സപ്പോർട്ട് ചെയ്തെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് മറ്റേ കോപ്പിറൈറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറേ പേര് വീഡിയോസ് അവരെ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദി. ഞാൻ ഒരാൾക്കും ഞാൻ കോപ്പിറൈറ്റ് കൊടുത്തിട്ടില്ല. കാരണം അവരായിട്ട് തോന്നിയിട്ട് അവർക്ക് ഇപ്പോഴും കുറച്ച് വീഡിയോസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അവരായിട്ട് കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ എന്താ പറയുക, എനിക്ക് ഒറ്റ ഒരു റിക്വസ്റ്റ് ഉള്ളൂ. കാരണം മീഡിയ എന്ന് പറയുന്നത് എനിക്കറിയാം നിങ്ങളെല്ലാവരും കണ്ടന്റിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയാം. പിന്നെ തംബ്നെയിൽ ഇപ്പോൾ പലരും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ റീസെന്റ് കുറച്ച് വീഡിയോസിന്റെ തംബ്നെയിൽ നോക്കിയപ്പം ഓക്കെ അവർക്ക് നല്ല രീതിയിൽ തംബ്നെയിൽ ഇടുന്നു. പക്ഷേ റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് തംബ്നെയിൽസ് അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അപ്പം എന്തായാലും എന്താ പറയുക, ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കട്ടെ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥന അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സാധിക്കാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ അനുഗ്രഹം വേണമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒരുപാട് നാളിന് ശേഷം കണ്ടല്ലേ. അപ്പം വേറെ എന്തെങ്കിലും ചോദ്യമുണ്ടോ? ആക്ച്വലി ഗോൾഡ് മിസ് കിട്ടിയായിരുന്നു. അപ്പം സാധാരണ ഈ ആൾക്കാർക്ക് ഗോൾഡ് മിസ് കൊടുക്കുമ്പോൾ അത് അവർ യൂട്ടിലൈസ് ചെയ്യാറില്ല. അപ്പം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്ഥലമാണ് UAE അല്ലെങ്കിൽ ദുബൈ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത്. അപ്പം ഞാനത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഓരോന്ന് സാധിച്ചു വരുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഓരോ കൺക്ലൂഷൻ എത്തുമ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ പറയും ഇന്ന കാരണം എൻ്റെ ഓരോ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഓരോ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് ഞാൻ തീർച്ചയായിട്ടും ഞാനത് ചെയ്യുന്നതായിരിക്കും. ഈ നല്ല കാര്യങ്ങൾ നടക്കാൻ ദുബായ് ചൂസ് ചെയ്തതിന്റെ കാരണം എന്താ? ദുബൈ എന്ന് പറയുന്നത് എനിക്ക് ഗോൾഡൻ വിസ കിട്ടിയതാണ് ഫസ്റ്റ് ഒരു കാര്യം. കാരണം അവിടുത്തെ ഗവൺമെന്റ്
അംഗീകരിച്ച് എനിക്ക് ആ ഒരു ഗോൾഡൻ വിസ എന്ന് പറഞ്ഞൊരു കാര്യം തന്നപ്പം സത്യം പറഞ്ഞാൽ എനിക്കതൊരു എന്താ പറയുക, എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. കാരണം അത് ഒരു പ്രിവിലേജ് ആയിട്ട് കണ്ടു. പിന്നെ ഞാൻ അതിന്റെ പോസിബിലിറ്റീസ് എന്താണ്, ചാൻസസ് എന്താണ്, അത് വഴി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാനൊരു സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഓക്കെ ശരി UAE അല്ലെങ്കിൽ ദുബായ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്ഥലമാണെന്ന്. പിന്നെ അവിടുത്തെ ലോ സിസ്റ്റവും പിന്നെ അവിടുത്തെ ജീവിത ശൈലി എല്ലാം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, ബെറ്റർ ആണെന്ന് തോന്നി. പക്ഷേ എനിക്ക് എപ്പോഴും കേരളം തന്നെയാണ്. കാരണം നിങ്ങൾ തന്നെയാണ്, കേരളത്തിലുള്ളവർ തന്നെയാണ് എനിക്കൊരു എന്താ പറയുക ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ എന്നെ തിരിച്ചറിയാൻ കാരണം കേരളം തന്നെയാണ്. സോ അപ്പം എല്ലാവരും പോകുന്നില്ല അധ്വാനിക്കാൻ വേണ്ടി പുറം നാട്ടിൽ, അതുപോലെ ഞാനും പോകുന്നുണ്ട്. നിങ്ങളൊക്കെ നടക്കട്ടെ അല്ലേ? എന്തെങ്കിലും നടക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും അറിയിക്കുന്നത്. ഈ ദുബായിൽ പനമേര എന്താ ദുബായിൽ പനമേര എടുത്തതിന്റെ കാരണം അവിടെ മാത്രം അവിടെ നിൽക്കണമെന്നാണോ? ഇല്ല, അതുകൊണ്ടല്ല. അവിടെ കാശ് കുറവാണ് അവിടെ മേടിക്കാൻ. ഞാൻ പറയട്ടെ, ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് കാശൊന്നും എൻ്റെ കയ്യിൽ ആരും തന്നിട്ടില്ല. ഞാൻ തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്തത്. അപ്പം ഞാൻ കമ്പാരിറ്റീവ് നോക്കുമ്പോൾ ഇവിടത്തെക്കാട്ടിയും 4-ൽ 1 കാശ് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അവിടെ ഒന്ന് എടുക്കാം. പിന്നെ ആഗ്രഹമുണ്ട് ഇവിടെ ഒരെണ്ണം എടുക്കണമെന്നുള്ളത്. അതും എപ്പോഴെങ്കിലും സാധിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നടക്കട്ടെ. നിങ്ങളുടെയൊക്കെ എത്ര വർഷത്തിനുള്ളിൽ പുതിയ റൂബിനെ കാണാം? വെൽ സെറ്റ് ഉള്ള എത്ര വർഷത്തിനുള്ളിൽ ബിസിനസ് ഒക്കെ ചെയ്ത് വെൽ സെറ്റ് ഉള്ള ഒരു റൂബിനെ കാണാൻ പറ്റുന്നത്? ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഉള്ളതുകൊണ്ട് അതിപ്പോൾ 100 രൂപയാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. മനസ്സിലായില്ലേ? ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ ഒരുപാട് അങ്ങ് കോടീശ്വരൻ ആവണമെന്നോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എന്നാലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. എന്നെ കൊണ്ട് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ശരിയാവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും പേർക്ക് ജോലി കൊടുക്കണമെന്നുണ്ട്. എനിക്ക് പറ്റുന്ന കോൺടാക്ട്സ് വെച്ചിട്ട് ഒരുപാട് പേർക്ക് ജോലി വാഗ്ദാനം ഇപ്പം തന്നെ 1-2 പേരെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പോയി കമ്പനീസിലൊക്കെ എനിക്ക് അറിയുന്നവർ പല ആൾക്കാരുടെ അടുത്ത് കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ അവരെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കട്ടെ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലല്ലേ ചെയ്യാൻ പറ്റും. നോക്കട്ടെ. കല്യാണം കഴിഞ്ഞ പൊടിയായിട്ട് ദുബായിൽ സെറ്റിൽ ആവും ഉറപ്പായിട്ടും. കാരണം കല്യാണം കഴിഞ്ഞ പൊടിക്കും ഗോൾഡൻ വിസ കിട്ടും. അപ്പം പൊടിയായിട്ടും ഫ്യൂച്ചറായിട്ട് അവിടെ ഒരു പുള്ളിക്കാരി ഒരു നല്ലൊരു ഫാഷൻ ഡിസൈനർ. അപ്പോൾ പുള്ളിക്കാരി ഇപ്പം ഇന്ന് വരാൻ സാധിച്ചില്ല. നാളെ വയനാട് ഒരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു ഷോ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി പോയിരിക്കാം. അപ്പം പുള്ളിക്കാരിയായിട്ട് അവിടെ അസോസിയേറ്റ് ചെയ്ത് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിങ്ങിൻ്റെ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കട്ടെ അല്ലേ? വിവാഹം ഗുരുവായൂർ വെച്ചായിരിക്കും. അതെങ്ങനെ അറിയാം? എനിക്ക് എന്റെ ആഗ്രഹമായിരുന്നു. അതെ, അപ്പൊ എന്തായാലും ഗുരുവായൂർ വെച്ചിട്ടായിരിക്കും. അതിനാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം മാക്സിമം ഗുരുവായൂരായിരിക്കും. അല്ലെങ്കിൽ ഞാൻ അറിയിക്കാം, എവിടെയാന്ന് വെച്ചാൽ അറിയിക്കാം. ഉറപ്പായിട്ടും അറിയിക്കാന്ന് അറിയാമല്ലോ. പിന്നെ എന്തിനാണ് മഷിനോട്ടുണ്ട്, ഞങ്ങൾ മഷിനോട്ടം നോക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര ഹാപ്പി കേട്ടോ. കാരണം ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, നിങ്ങളെല്ലാവരും കുറെ നാളിന് ശേഷം കാണുന്നത്. സത്യം പറഞ്ഞാൽ യൂഷ്വലി ചിലർ എന്ത് ചെയ്യാറുണ്ട്, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ചിലർ നമ്മളെ കുത്തി പ്രൊവോക്ക് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ ആരും അത് ചെയ്യുന്നില്ല. ഞാൻ നോക്കിയിരുന്നു ആരെങ്കിലും ചെയ്യുമെന്ന്, പക്ഷെ ആരും ചെയ്യുന്നില്ല. താങ്ക് യു സോ മച്ച്. എന്താ പറയാ, എന്നെ ഇഷ്ടമാണോ? അയ്യോ, ഒത്തിരി ഇഷ്ടം. സത്യം പറയാം. അയ്യോ, എന്നറിയത്തില്ലേ ഡോക്ടറെ? ചേച്ചിയുടെ പേരെന്താ? അയ്യോ അയ്യോ. അപ്പൊ ഇവിടെ എങ്ങനെ സ്റ്റേ ഒക്കെ എങ്ങനെ? ഞാനും അനു. അപ്പൊ അനുപേ പുതിയ സിനിമ ഇപ്പൊ ഇല്ല. ഞാനൊന്ന് ഇരിയട്ടെ, അടുത്ത വർഷം ചെയ്യാം. മനസ്സിലായില്ലേ? സിനിമ ഞാൻ പറയാം, സിനിമ ആഗ്രഹമുണ്ട്. എന്നെ പോലെ ഒരു സാധാരണക്കാരൻ സിനിമ എടുക്കാൻ പറഞ്ഞാൽ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടി അധ്വാനിച്ചിട്ട് ചെയ്യാൻ വേണ്ടി എഫേർട്ട് ഇടുന്നതായിരിക്കും. ഞാൻ അത് ചെയ്യുകയും ചെയ്യും. അപ്പം എന്താ പറയാ, ഇച്ചിരി സമയം വേണം. ഇപ്പൊ പലരും പറയുന്നുണ്ട് ഞാനിപ്പോ സിനിമ ചെയ്യത്തില്ല, അവനെ കൊണ്ട് പറ്റില്ല. അതാണ് എന്റെ പ്രൊമോഷൻ. അപ്പം ഒരു സിനിമ ചെയ്യുമ്പോൾ എന്താണ് ഇവൻ ചെയ്തത് എന്ന് കാണാൻ വേണ്ടി ആൾക്കാർ എന്ത് ചെയ്യും? സത്യമല്ലേ? പൊടി സിനിമയിൽ വേറൊരു മേഖലയും കൂടി നോക്കിയിരിക്കുകയാണ്. ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട് പുതിയ സിനിമ. പുള്ളിക്കാരി ആക്ച്വലി അത്യാവശ്യം പാടുന്ന. അപ്പം അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു അത് എന്തായാലും പാടണം, ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പം അന്ന് പുള്ളിക്കാരിയുടെ റെക്കോർഡിങ്ങിന്റെ ഭാഗമായിട്ടും എനിക്ക് പോകാൻ സാധിച്ചു. നന്നായി പാടി. പുള്ളിക്കാരിക്ക് ഞാൻ പറയില്ല, നല്ല ഫ്യൂച്ചറുള്ള എന്താ പറയുക, ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള പുള്ളിക്കാരിയുടെ ടാലന്റിന്റെ പകുതി പോലും എനിക്കില്ല. അപ്പം അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത് മാക്സിമം എന്നെ കൊണ്ട് എന്തുമാത്രം പുള്ളിക്കാരെ റീച്ച് ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ റീച്ചിൽ ഹൈറ്റിൽ എത്താൻ പറ്റുമോ, അതെല്ലാം മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഞാൻ ഹാപ്പിയാണ്. കാരണം എന്റെ ചേട്ടാ ഒരു പ്രസ് മീറ്റ് എടുക്കാണ്. ചേട്ടന്റെ ബിസിനസിന്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ ഒരു ആഗ്രഹം ഇപ്പൊ ഞാൻ പോയി ഇപ്പൊ ഒരു 2 വർഷം മുന്നേ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല ആണല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ അറ്റ്ലീസ്റ്റ് അറിയാം ഇങ്ങനെ ഒരാൾ ജീവിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്.
ഞാൻ ഈ ഒരു ഷോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുക, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. പിന്നെ ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. എൻ്റെ ഭാഗത്ത് ഫോൾട്ട് വന്നിട്ടുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. മനസ്സിലായില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഒരു സാധാരണക്കാരനാണ്. പിന്നെ എനിക്ക് ഒരിക്കലും നല്ലോണമേ ഉണ്ണിയായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഞാൻ തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള മനസ്സ് കാണിക്കും. അത്രയൊക്കെ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഞാൻ അത്ര ഭയങ്കര ലൗഡായിട്ടല്ല ഞാൻ നിൽക്കുന്നത്, അല്ലേ? ഞാനിപ്പം അത്യാവശ്യം സെറ്റിലായിട്ടാണ് നിൽക്കുന്നത്. കാരണം ബിഗ് ബോസിന് ശേഷം ഉള്ളൊരു ഓഡിയൻസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലൗഡായിട്ട് നിന്നാലേ പറ്റത്തുള്ളൂ. അത്രയും നാളത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു ചലഞ്ച് തന്നെയായിരുന്നു. മനസ്സിലായി. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഓൾമോസ്റ്റ് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് സാധിക്കാൻ പറ്റി. അത് തന്നെ. ഡോക്ടറെ, ബിഗ് ബോസ് സീസൺ 6 കാണുമോ? നോ കമന്റ്സ്. എല്ലാം നന്നായിരിക്കട്ടെ, അത്രേ ഉള്ളൂ. നന്നായി നടക്കട്ടെ. പിന്നെ താങ്ക് യു. പിന്നെ ഒരു വിഷമമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞോട്ടെ, മാക്ക് കണ്ടുകൊണ്ട് ഞാൻ പറയണേ, മാക്കിന്റെ ഫ്രണ്ടാണ് ചെകുത്താൻ. ആക്ച്വലി ചെകുത്താന്റെ വീഡിയോസ് ഞാൻ പണ്ട് കാണാറുണ്ട്, ബിഗ് ബോസ് പോണതിന് മുമ്പൊക്കെ കാണാറുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി കൂടെ ആയിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പം ചെകുത്താൻ എന്നെ പറ്റി കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തായിരുന്നു. അത് ചിലർക്ക് എൻ്റെ ഫോൾട്ട് കാരണമാണ്. പക്ഷേ ഇപ്പം എന്നെ പറയുന്നത് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ വീട്ടുകാരത് പറയുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി എനിക്കതൊരു വിഷമം വരും. അത് പുള്ളിക്കാരനാണെങ്കിൽ പുള്ളിക്കാരൻ വിഷമം വരും. എന്നെ പറഞ്ഞു, ഇപ്പം ഞാൻ ചെയ്യുന്ന തെറ്റിന് എന്നെ പറയുന്നതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല, അല്ലേ?